Hello dears, welcome to the world of English. It is me ESR from MS Solution. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ, ഫിനിക്സ് റൈസസ്, അതുപോലെ അനദർ ഡേ ഇൻ പാരഡൈസ്, ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു പോയമുണ്ട്. ഈ 3 ചാപ്റ്റർ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് സെറ്റാക്കാൻ പോവാണ്. വേഗം നോക്കിക്കോളാം. ഒന്നാമത്തെ ചാപ്റ്റർ ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ. ശ്രീകാന്ത് പൊള്ളിയുടെ ചാപ്റ്ററാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഓതർ ആൻഡ് സ്പീക്കർ ശ്രീകാന്ത് പൊള്ളിയാണ് ഇതിൻ്റെ ഓതറും സ്പീക്കറും. ഓക്കെ, മെയിൻ ഫോക്കസ് എന്താണ്? ഓവർകമ്മിങ് ഡിസേബിലിറ്റി ടു അച്ചീവ് എഡ്യൂക്കേഷൻ, എംപവർ അതേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ ഡിസേബിലിറ്റീസ് ഉണ്ടെങ്കിലും, അതായത് നമുക്ക് എന്തൊക്കെ അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ്. സോ ഇത് നമുക്ക് സ്റ്റോറി ഹൈലൈറ്റ്സ് നോക്കാം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റോറി എലമെൻറ്റ്സ്. ഏർലി ലൈഫ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ എങ്ങനെയാണ്? ബേൺ വിത്തൗട്ട് ഐസ്, അത് കണ്ണുകളില്ലാതെ ജനിച്ചു. സൊസൈറ്റി സോ ഹിം ആസ് എ ബേർഡൻ, സമൂഹം അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഒരു ഭാരമായിട്ട് കണ്ടു. പാരൻസ് ലൗഡ് അൺകണ്ടീഷണലി, അദ്ദേഹത്തിൻ്റെ പാരൻസ് അദ്ദേഹത്തെ നല്ലോണം അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചു. ഹി കാൾസ് ദം ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസിനെ എങ്ങനെ കണക്കാക്കാറുള്ളത്? ഈ ലോകത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള കപ്പിൾസ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. ഫാദർ റിയലൈസ്ഡ് ട്രഡീഷണൽ ഫാമിംഗ് ഗുഡ് നോട്ട് ചൂസ് എഡ്യൂക്കേഷൻ ആസ് ഹിസ് പാത്ത് എന്ന് പറയുന്നത്. അവൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഇദ്ദേഹത്തിന് പറ്റിയ ഏരിയ, അതായത് നമ്മുടെ ശ്രീകാന്ത് പൊള്ള എന്തിനു പറ്റില്ല? ശ്രീകാന്ത് പൊള്ളയുടെ അച്ഛനും ഫാമിലിയൊക്കെ എന്തായിരുന്നു? ഒരു ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് കൃഷി ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കർഷകനാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛന് മനസ്സിലായി. സോ അതിനെ കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വഴി വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയിലേക്ക് അദ്ദേഹത്തെ വിട്ടു എന്ന് പറയാൻ കേട്ടോ. പിന്നെ രണ്ടാമത്തെ സ്കൂൾ അദ്ദേഹത്തിന് ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടായി. ഇനീഷ്യലി അറ്റൻഡ് റെഗുലർ സ്കൂൾ, ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? റെഗുലർ സാധാ സ്കൂളുകൾ അറ്റൻഡ് ചെയ്തു. അപ്പം എന്ത് ചെയ്തു? അദ്ദേഹം ഒറ്റപ്പെടൽ ഫേസ് ചെയ്തു. എക്സ്ക്ലൂഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, വേർതിരിവൊക്കെ ഫേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ലേറ്റർ മൂവ് ടു സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്, പിന്നെ അദ്ദേഹം ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറി. വേർ ഹി എക്സൽഡ് അക്കാദമിക്കലി, അവിടെ നല്ലൊരു എക്സലൻസ്, നല്ല അടിപൊളിയായി പഠിച്ച് നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടായിട്ടോ. ഏർണിംഗ് ടോപ്പ് റാങ്ക്സ് റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റ്, അതേപോലെ നല്ല അടിപൊളി റാങ്കുകളൊക്കെ വാങ്ങി കൂട്ടി എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ചെസ്സിലും ക്രിക്കറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആര്? നമ്മുടെ ശ്രീകാന്ത് പൊള്ള എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷനും അതുപോലെ ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും. വാണ്ടഡ് ടു സ്റ്റഡി സയൻസ്, അദ്ദേഹത്തിന് എന്ത് പഠിക്കണം? സയൻസ് പഠിക്കണം. ബട്ട് ഡിനൈഡ് ഡ്യൂ ടു ഹിസ് ബ്ലൈൻഡ്നെസ്, അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണില്ല. കണ്ണ് കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് പഠിക്കാൻ പറ്റില്ല? സയൻസ് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ സയൻസ് പഠിക്കണമെങ്കിൽ കണ്ണ് കാണുന്ന ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണ് കാണാത്തവർക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല എന്നത് നിയമം അങ്ങനെയായിരുന്നു. സ്യൂഡ് ഗവൺമെൻറ്, അദ്ദേഹം ഗവൺമെൻറ്റിന് എതിരെ കേസ് കൊടുത്തു. അങ്ങനെ അവസാനം ടു സ്റ്റഡി സയൻസ് അറ്റ് ഹിസ് ഓൺ റിസ്ക്, ഗവൺമെൻറ് അദ്ദേഹത്തിന് കോടതിയിൽ കേസ് കൊടുത്ത് ഗവൺമെൻറ് എനിക്ക് സയൻസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ സയൻസ് നിങ്ങൾക്ക് സയൻസ് പഠിക്കാം, പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓർഡർ പുറത്തിറക്കി. അങ്ങനെ അദ്ദേഹം 98 മാർക്ക് കൂടി നേടി. അതായത് ടെക്സ്റ്റ് ബുക്കൊക്കെ ഓടിയായിട്ട് കേട്ടു ഒരു മെൻറ്ററുടെ സഹായത്തോടു കൂടെ 98% എന്ത് ചെയ്തു? മാർക്ക് സ്കോർ ചെയ്തു. അതുപോലെ തന്നെ റിജക്റ്റഡ് IIT ഡ്യൂ ടു ഡിസ്ക്രിമിനേഷൻ, അതായത് അദ്ദേഹത്തെ വേർതിരിച്ചു. IIT അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. വൺ അപ്ലൈഡ് ബ്രോറ്റ് MIT ആസ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു, അദ്ദേഹം ബ്ലൈൻഡ് ആയതിൻ്റെ പേരിൽ. അങ്ങനെ അദ്ദേഹം MITയിൽ പോയി. MITയിൽ പോയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയിട്ട്, MITയിലെ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ ശ്രീകാന്ത് പൊള്ള എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ എങ്ങനെയായിരുന്നു? സോഷ്യൽ കൺട്രി, സമൂഹത്തിന് എന്തെല്ലാം ഉപകാരങ്ങൾ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അവിടെയുള്ള പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള, അതേപോലെ കയ്യും കാലൊന്നുമില്ലാത്ത ആളുകൾ എന്ത് എംപവർ ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് സെറ്റിലിംഗ് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക, അതായത് അമേരിക്കയിൽ സെറ്റിൽ ആവാതെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള ആളുകൾ എന്ത് സെറ്റാക്കി. ഫൗണ്ടഡ് ബൊള്ളൻ ഇൻഡസ്ട്രീസ്, അദ്ദേഹം ബൊള്ളൻ ഇൻഡസ്ട്രീസ് കണ്ടുപിടിച്ചു മീൻസ് അദ്ദേഹം ആവിഷ്കരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? റിഹാബിലിറ്റേറ്റ് ആൻഡ് ഇൻറ്റഗ്രേറ്റ് ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് അവശതകൾ അനുഭവിക്കുന്ന കയ്യും കാലും ഇല്ലാത്ത ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ലൈഫിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരൊക്കെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. ഏകദേശം 3000 സ്റ്റുഡൻസ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 150-ൽ പരം പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്നുണ്ട് വിറ്റുവരവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ തീം എന്ന് പറയുന്നത് പെർസിവറൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ, അതായത് പെർസിവറൻസ്, ആത്മത്യാഗവും ആ ഡിറ്റർമിനേഷനും ഒക്കെയാണ് കേട്ടോ. ഓവർകമ്മിങ് ബ്ലൈൻഡ്നെസ് ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ്, സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ല, ആ സംഭവങ്ങളൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ലൈഫിൽ വലിയൊരാളായി മാറിയ വ്യക്തിയാണ് ആര്? ശ്രീകാന്ത് പൊള്ള എന്ന് പറയുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എംപതി, അദ്ദേഹം പിന്നെ ഡിസേബിൾഡ് ആയ ആളുകൾ എന്ത് സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ പോസിറ്റീവായ തിങ്കിങ്, ഐ ക്യാൻ ഡു എനിത്തിങ്, എപ്പോഴുള്ള ചിന്ത എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത്.
പിന്നെ അദ്ദേഹത്തിന് നല്ല സത്യസന്ധമായ പണമാണ് ഉണ്ടായിരുന്നത്. കം ഫ്രം ഹെൽപ്പിംഗ് എംപവറിങ് അതേഴ്സ് നോട്ട് മണി. അതായത് ജനങ്ങളെ അതായത് ജനങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാലും അത് പണം കൊണ്ട് മാത്രമല്ല ജനങ്ങളെ സഹായിക്കാൻ പറ്റും. എന്തുകൊണ്ട് പറ്റും? പണത്തിൽ നിന്ന് മാത്രമല്ല ശരിക്കുള്ള സമ്പത്ത് വരിക, പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കും, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, നല്ല സമ്പത്ത് കിട്ടും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രീകാന്ത് വള്ളയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ ഡിറ്റർമൈൻഡ്, റെസിലിയൻറ്റ് ആൻഡ് സെൽഫ് കോൺഫിഡൻറ്റ്, എംപതറ്റിക്, സോഷ്യലി റെസ്പോൺസിബിൾ, വിഷണറി ആൻഡ് കറേജസ്. ഇതൊക്കെ ശ്രീകാന്ത് വള്ളയുടെ ക്യാരക്ടർ സ്കെച്ചിന് പറ്റിയ പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് ഫിനിക്സ് റൈസസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ അരുണാചലം മുരുകാനന്ദത്തിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ നോക്കാം. ഇതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ടിങ്കുൾ കഹാനിയാണ് ഇതിൻ്റെ ഓതർ. സോ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ബബ്ലു കീവാത്താണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറും. ഏർലി ലൈഫ് സ്ട്രഗിൾ, അദ്ദേഹത്തിൻ്റെ ആദ്യ ജീവിതവും സ്ട്രഗിളും അതൊക്കെയാണ്. ബബ്ലു വാസ് ആൻ ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻറ്റ്. ബബ്ലു ഭയങ്കര വ്യത്യസ്തനായ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഫോഴ്സ്ഡ് ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ, ഹെൽപ്പ് സ്ട്രഗിളിംഗ് മദർ ഫിനാൻഷ്യലി. അവൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം സ്കൂളിൽ അവൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ അവൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹി സ്റ്റാർട്ടഡ് എ ബസ് ബോയ് ഇൻ വർക്ക്ഷോപ്പ്. അവനൊരു വർക്ക്ഷോപ്പിൽ എന്ത് ചെയ്തു, ബസ് ബോയ് തുടങ്ങി. ലേറ്റർ ബിക്കം എ വെൽഡർ, പിന്നെ വെൽഡറായിട്ട് മാറി. ആൻഡ് ഗ്രാജുവലി റാൻ ബിസിനസ് ഹിംസെൽഫ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്താൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണവും ബാക്കിയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെയാണ്. ബബ്ലു മാരീഡ് ഗൗരി, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കല്യാണം. ഗൗരിയാണ് വിവാഹം കഴിച്ചത്. ഹി നോട്ടീസ്ഡ് ദാറ്റ് എ വുമൺ ഇൻ എ വില്ലേജ് യൂസ് റൈറ്റ്സ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ഡ്യൂ ടു ഹൈ കോസ്റ്റസ്. അതായത് സാനിറ്ററി നാപ്കിൻസ് വാങ്ങാൻ കഴിയാതെ അവിടെയുള്ള ഗ്രാമത്തിലുള്ള സ്ത്രീകളൊക്കെ ആകെ കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ സാനിറ്ററി നാപ്കിൻസിൻ്റെ പകരമായിട്ട് അവർ യൂസ് ചെയ്തിരുന്നത് റൈക്സ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ദ സാനിറ്ററി നാപ്കിൻസ് പ്രൊജക്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റാണ്. ബബ്ലു bought expensive pads, realized the price was exorbitant compared to material used എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു സാനിറ്ററി നാപ്കിൻസിൻ്റെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം മനസ്സിലായി ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ എക്സ്പെൻസീവായ പ്രൊഡക്റ്റ് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള വില്ലേജിലുള്ള ആളുകൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് കുറഞ്ഞ വിലയിൽ എങ്ങനെ സെയിൽ ചെയ്യാം അതിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു തുടങ്ങി എന്ന് പറയാം കേട്ടോ. ഹി സ്റ്റാർട്ടഡ് എക്സ്പെരിമെൻറ്റിംഗ് ടു മേക്ക് അഫോർഡബിൾ സാനിറ്ററി പാഡ്സ്. അതാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്, ജനങ്ങൾക്ക് അഫോർഡബിൾ ആയ രീതിയിൽ എങ്ങനെ സാനിറ്ററി പാഡ്സ് കൊണ്ടുവരാം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ബബ്ലു എക്സ്പെരിമെൻറ്റഡ് ഓൺ ഹിംസെൽഫ്, അവോയ്ഡ് ഇൻവോൾവിങ് അതേഴ്സ്. മറ്റുള്ളവരാരെയും കൂട്ടാതെ എന്ത് ചെയ്തു, ഇയാൾ സ്വന്തമായിട്ട് ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഫാമിലി ആൻഡ് സോഷ്യൽ ഒപ്പോസിഷൻ, സമൂഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഒപ്പോസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഹിസ് ഒബ്സഷൻ ലെഡ് ഇൻ ഫാമിലി ഡിസ്ഗ്രീസ്, ഗോസിപ്പ് ഇൻ ദ വില്ലേജ് ആൻഡ് ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഫാമിലി നാട്ടുകാർക്കൊക്കെ ഒരുപാട് ഗോസിപ്പുകളൊക്കെ പറഞ്ഞു വരുത്താൻ തുടങ്ങി. ബബ്ലൂസ് വൈഫ് മദർ ലെഫ്റ്റ് ഹിം, ബബ്ലുവിൻ്റെ വൈഫും അവൻ്റെ മദറൊക്കെ വിട്ടുപോയി. ആൻഡ് ഹി ലോസ്റ്റ് ഫ്രണ്ട്, അവനെന്ത് ചെയ്തു, ഫ്രണ്ട്സൊക്കെ നഷ്ടപ്പെട്ടു, പണം അതേപോലെ സോഷ്യൽ സപ്പോർട്ട് ഇതെല്ലാം എന്ത് ചെയ്തു, അവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ മോട്ടിവേഷനാണ്. ഹിസ് ഗോൾ വാസ് നോബൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യം വളരെ സത്യസന്ധമായ ലക്ഷ്യമായിരുന്നു. ടു ഹെൽപ്പ് ഗൗരി ആൻഡ് പുവർ മൺ അഫോർഡ് ഹൈജീനിക് സാനിറ്ററി പാഡ്സ് എന്ന് പറയുന്നുണ്ട്. ഗൗരിക്കും അതേപോലെ ആ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്കും വേണ്ടിയിട്ട് എന്താണ് ഒരു ഹൈജീനിക്കായ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സാനിറ്ററി പാഡ് വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഡെസ്പൈറ്റ് പേഴ്സണൽ ലോസ്, ഒരുപാട് സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ബബ്ലു പർസ്യൂഡ് ദിസ് മിഷൻ റെലന്റ്ലെസ്ലി. അതായത് ഒരു പ്രശ്നമില്ലാതെ എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചുകൊണ്ട് നല്ല ഒരു കണ്ടുപിടുത്തം ഉണ്ടാക്കണം, അങ്ങനെ നാട്ടുകാരെ രക്ഷിക്കണം എന്നുള്ള ചിന്ത വെച്ചുകൊണ്ടാണ് ആര് പോയത്, നമ്മുടെ ബബ്ലു പോയതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് പെർസിവറൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. നമ്മൾ നേരത്തെ പഠിച്ച ചാപ്റ്ററിൻ്റെ സെയിം തീമാണ് ഇതിന് വരുന്നത്. പിന്നെ സോഷ്യൽ അവയർനെസ് ആൻഡ് എമ്പതി, സമൂഹത്തെ ബോധവൽക്കരിക്കുക, അതേപോലെ ജനങ്ങളോട് എമ്പതി ഉണ്ടാവുക എന്നുള്ളതാണ്. സാക്രിഫൈസ് ആൻഡ് നോബിലിറ്റി, സാക്രിഫൈസ് ത്യാഗം അല്ലേ. സോ പിന്നെ എന്താണ് ഇന്നോവേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്, ഇന്നോവേഷൻ കണ്ടുപിടുത്തങ്ങൾ, പ്രോബ്ലം സോൾവിങ് ഒരു ഇഷ്യൂ ആയിരുന്നു അല്ലേ, ആ ഒരു സാനിറ്ററി നാപ്കിൻസിൻ്റെ ഇഷ്യൂ അതെന്ത് ചെയ്ത് അവൻ സോൾവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ബബ്ലുവിൻ്റെ ക്യാരക്ടർ ട്രൈറ്റ്സ് എന്തൊക്കെയാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഡിറ്റർമിൻഡ് ആണ്, എമ്പതറ്റിക് ആണ്, അതേപോലെ ഇന്നോവേറ്റീവ് ആണ്, സോഷ്യൽ റെസ്പോൺസിബിൾ ആണ്, വില്ലിംഗ് ടു സാക്രിഫൈസ് പേഴ്സണൽ ലൈഫ് ഫോർ അതേഴ്സ് വെൽഫെയർ, മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് ബബ്ലു കീവാത്ത് എന്ന് പറയുന്നത്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എമംഗ് ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ്, നോട്ട് ഓൺലി ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സാനിറ്ററി നാപ്കിൻസ് കണ്ടുപിടിച്ച വലിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ ആ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം സീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു അടിപൊളി പോയിന്റ് പോൾ ലോറൻസ് ഡൺബറിൻ്റെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു
ഒരു ഏരിയ ആണ്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാം, മറ്റുള്ള എക്സാമുകൾക്ക് എന്ത് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചേക്കാം, ഓണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ഇനിയും ചോദിച്ചേക്കാം. ഇതിന്റെ മെയിൻ തീം പെർസിവറൻസ് ആണ്. മെയിൻ തീം ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. പെർസിവറൻസ് എങ്ങനെ തീമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീഡ്ലിംഗ് സ്റ്റാർട്സ് ഡാർക്ക് സംബഡ്. സീഡ്ലിംഗ് അതായത് ഒരു വിത്ത്, ആ വിത്ത് പിന്നെ മുളച്ചു തുടങ്ങുന്നത് പിന്നെ ഡാർക്ക് സംബഡിൽ നിന്നാണ്, കറുത്ത മണ്ണിൽ നിന്നാണ്. ബട്ട് ഡസ് നോട്ട് ഗീവ് അപ്പ്, അതൊരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ഇറ്റ് പുഷസ് ത്രൂ ദ ഹാർഡ് എർത്ത് ഡെസ്പൈറ്റ് നോട്ട് ഫീലിംഗ് റോബസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും സ്ട്രോങ് അല്ലെങ്കിലും അത് അതിനെ കൊണ്ട് കഴിയുന്നത് പോലെ വളർന്നു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ കേട്ടോ. ദ ജേർണി ഫ്രം ദ ഹിഡൻ സീഡ് ടു എ ലീഫ്ലെറ്റ്, ദെൻ എ പ്ലാന്റ് ആൻഡ് ഫൈനലി ബിക്കം എ ഫ്ലവർ. അതായത് ആദ്യം ഒരു വിത്താകുന്നു, പിന്നെ ഇല വരുന്നു, പിന്നെ ഒരു ചെടിയാകുന്നു, പിന്നെ അതൊരു പൂ തരുന്നു എന്ന് പറയുന്നുണ്ട്. ദ പവർ ഓഫ് എഫേർട്ട്. പിന്നെ ആ ഒരു പിന്നെ എന്താ പറയുക, നമ്മളുടെ ആ ഒരു വിത്തിൻ്റെ എഫേർട്ടിനെ കുറിച്ച് പറയുന്നു. സക്സസ് ഈസ് നോട്ട് ഇൻസ്റ്റൻറ്റ്. ഒരിക്കലും വിജയം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല വിജയം. ഇറ്റ് റിക്വയർസ് സ്വെറ്റ് ആൻഡ് പാൻറ്റ്, ലൈഫ് ഇസ് ലേബർ എന്ന് പറയുന്നുണ്ട്. വിജയിക്കണമെങ്കിൽ വിയർക്കണം, അതേപോലെ നനയണം, അതേപോലെ എന്ത് ചെയ്യണം, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ സഹിക്കണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ എന്നുള്ള മെസ്സേജ് ഈ പോയിന്റ് തരുന്നുണ്ട്. പിന്നെ ഈ പോയിന്റിൻ്റെ മെയിൻ മെസ്സേജ് എന്തൊക്കെയാണ്? ഹാർഡ് വർക്ക്, സക്സസ് റിക്വയർ ലേബർ ആൻഡ് എഫേർട്ട്. ഹാർഡ് വർക്ക് ചെയ്യണം, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ പെർസിവറൻസ്, ആത്മത്യാഗം കേട്ടോ. ദെൻ പിന്നെ ഡു യുവർ ബെസ്റ്റ്, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക, മീൻസ് നമ്മളെ ബെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സീഡ്ലിങ്സ് മോട്ടോ ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. സീഡ്ലിങ്ങിൻ്റെ മോട്ടോ എന്താണ്? സീഡ്ലിംഗ് എപ്പോഴും പറയുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ഇൻസ്പിറേഷൻ ഉണ്ട്. ഇഫ് എ ടിനി പ്ലാന്റ് ക്യാൻ ടേൺ ഇൻ ടു ബ്യൂട്ടിഫുൾ ഫ്ലവർ ത്രൂ ഹാർഡ് വർക്ക്, സോ ക്യാൻ യു. അതായത് ഒരു ചെറിയ വിത്തിൽ നിന്നും ഒരു ചെറിയ ഇലകൾ വന്നു, ഒരു മുള പൊട്ടി അത് വലുതായി, അതിൽ നിന്ന് ഇലകൾ വന്നു, അങ്ങനെ അതിന് പുഷ്പം ഉണ്ടാകുന്നു. ഇതൊക്കെ പിന്നെ ഒരു പ്ലാന്റിനെ കൊണ്ട് സാധ്യമാകുമെങ്കിൽ സോ യു ക്യാൻ യു, നിങ്ങളെ കൊണ്ടും പറ്റൂലേ എന്നുള്ള ഒരു മെസ്സേജും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അത് തരുന്നുണ്ട്. പിന്നെ അതിൽ യൂസ് ചെയ്ത ലിറ്റററി ഡിവൈസ്, അതായത് നമ്മളെ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ. അതായത് ഈ സീഡ്ലിംഗ് സംസാരിക്കുന്നുണ്ട്, പിന്നെ വിയർക്കുന്നുണ്ട്, നനയുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. ജീവനുള്ള വസ്തുവിന് ജീവനില്ലാത്ത വസ്തുവിൻ്റെ ക്വാളിറ്റി പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് പേഴ്സോണിഫിക്കേഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുക, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ മെറ്റഫർ ഉണ്ട്. മെറ്റഫർ എന്തൊക്കെയാണ്? ഡാർക്ക് സംബഡ്. ഡാർക്ക് സംബഡ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ബിഗിനിങ് ഓർ ഇഗ്നറൻസ്, അതായത് ബുദ്ധിമുട്ടേറിയ തുടക്കം ആൻഡ് ഇഗ്നറൻസ്. പിന്നെ എന്താണ്? മെയിൻ ചെയ്യാതിരിക്കലും. സൺഷൈൻ ആൻഡ് ഷവേഴ്സ്, അതെന്തൊക്കെയാണ്? ദ സപ്പോർട്ട് ചലഞ്ചസ് വി ഫേസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്താ പറയുക, സൺഷൈൻ ഷവേഴ്സ് ആയിട്ട് പിന്നെ മെറ്റഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്ലവർ എന്തിനോട് കമ്പയർ ചെയ്തു? സക്സസ്, മെച്യൂരിറ്റി ആൻഡ് ലൈഫ് വെൽ ലിവ്ഡ്. നല്ല അടിപൊളിയായി ജീവിക്കുന്ന ആളുകളുടെ ജീവിതവും അതുപോലെ മെച്യൂരിറ്റിയും വിജയവും, ഇതൊക്കെ ഫ്ലവറിനെ മെറ്റാഫർ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്ത പോയിന്റ്സ് ആണ് കേട്ടോ. റൈമിംഗ് സ്കീം എന്താണ്? ദ പോയം ഫോളോസ് കൺസിസ്റ്റ് ABCB ആണ് റൈമിംഗ് പാറ്റേൺ. ബെഡ്, സെഡ്, ക്യാൻ, ബിഗാൻ. ഇത് റിതമാറ്റിക് ആണ്. ഇത് ഭയങ്കര അടിപൊളിയായൊരു പോയാണെന്ന് പറയുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശ്രീകാന്ത് വളയുടെ ചാപ്റ്റർ ഉണ്ട്, അരുണാചല മുരുകാന്തിൻ്റെ അതായത് ബബ്ലു കി വന്ന ചാപ്റ്റർ ഉണ്ട്. സോ സീഡ്ലിംഗ് ഉണ്ട്. വളരെ അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുക. എക്സാമിന് ഒരു 12 മാർക്കിനോ 10 മാർക്കിനോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ് ഈ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.